ജനറൽ കാറ്റഗറിയിലെ പിള്ളേർക്കും SC ST OBC എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർ അത്രയും ഭയങ്കര ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഈ ഒരു ഹലോ ഗൈസ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മൈ വ്ളോഗ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിന് നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് തന്നു. അതിനെല്ലാം ഒരുപാട് 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 താങ്ക്സ്. കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കോളർഷിപ്പ് ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാന്നുള്ളത്. അത് ഇത്ര ഡിലേ ആവുമെന്ന് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. സംഭവം എനിക്ക് OMFS പോസ്റ്റിംഗ് ആയിരുന്നു. OMFS എന്ന് പറഞ്ഞാൽ ഓറൽ മാക്സിലോഫേഷ്യൽ സർജറി എന്നാണ്. അതായത് ഡെന്റലിന് തന്നെ സർജറി ഡിപ്പാർട്ട്മെന്റ് ആണ് OMFS. സത്യം പറഞ്ഞാൽ ഒരു MBBS സ്വപ്നം കണ്ട് അത് കിട്ടാതെ BDS ചേർന്ന ഒരു കുട്ടിയുടെ ആ ഒരു വിഷമം തീർക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് OMFS. കാര്യം നമ്മൾ ആരും പാരസെറ്റമോൾ എഴുതുന്ന ഒരു ഡോക്ടർ ആണെന്നല്ലല്ലോ ആഗ്രഹിക്കുക. ലൈക്ക് നമ്മുടെ മൈൻഡിൽ നമുക്ക് ഡോക്ടർ ആവണം ഉള്ളൊരു ആഗ്രഹം വരുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരു ബിസി ആയിട്ട് സർജറി ഒക്കെ ചെയ്യുന്ന ആ ഒരു വൈബ് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് OMFS കേട്ടോ. അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മാത്രം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാം. ഇതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായ കാര്യമായിരുന്നു, സ്കോളർഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം, 1 വീക്കിനുള്ളിൽ ചെയ്യാമെന്ന്. പക്ഷേ ഭയങ്കര ഹെക്റ്റിക്കായ കാഷ്വാലിറ്റി പോസ്റ്റിങ്ങും ഡേ ആൻഡ് നൈറ്റ് ഫുൾ ഹോസ്പിറ്റലിൽ നമ്മൾ TD മെഡിക്കൽ കോളേജിൽ തന്നെയാണ് OMFSൻ്റെ പോസ്റ്റിംഗ് വരുമ്പോൾ ഒരു പകുതി സമയം ഉണ്ടാവുക. അപ്പം എന്താ പറയുക, അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അടുത്തൊരു എക്സ്ക്യൂസ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അത്ര ഒരു പ്രൊഫഷണൽ യൂട്യൂബറോ അങ്ങനെയൊന്നും അല്ല. ഇതെൻ്റെ ഒരു ഹോബി പോലെ കൊണ്ടുവന്നൊരു കാര്യമാണ്. സോ ദാറ്റ് എനിക്ക് റിംഗ് ലൈറ്റോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബേക്കറി പാട്ടയുടെ പുറത്ത് ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. സോ ദാറ്റ് നാച്ചുറൽ ലൈറ്റ് ഉള്ളപ്പോൾ ഇപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഡിലേ ആയത്. ഇനി അധികം കൂടുതൽ വലിച്ചു നിട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഒരു 6 സ്കോളർഷിപ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 6 സ്കോളർഷിപ്സും എനിക്ക് പേഴ്സണലി അറിയുന്ന പിള്ളേർ ആ സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യം കിട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തൊക്കെയാണ് ഈ സ്കോളർഷിപ്പിൽ പ്രൈവറ്റ് കോളേജസിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയ പിള്ളേർക്കും ജനറൽ കാറ്റഗറിയിലെ പിള്ളേർക്കും SC ST OBC എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കുള്ള ഓരോരോ സ്കോളർഷിപ്പ് വീതം പറയുന്നുണ്ട്. ഇത് മാത്രമൊന്നുമല്ല സ്കോളർഷിപ്സ്, ഇനി ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഞാൻ എൻ്റെ വീഡിയോയുടെ ലെങ്ത് മാക്സിമം ഒരു 10 മിനിറ്റ് അത്രയ്ക്കേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. സ്കോളർഷിപ്പ് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് എക്സാം ബേസ്ഡ് സ്കോളർഷിപ്പും അല്ലാത്തത് നമ്മുടെ നോൺ എക്സാം ബേസ്ഡ് സ്കോളർഷിപ്സും. അപ്പോൾ എക്സാം ബേസ്ഡ് സ്കോളർഷിപ്പ് ആകുമ്പം അതിനൊരു എക്സാംസ് ഉണ്ടാവും. ആ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ആൾക്കാർ നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാം ഉണ്ടാവും. അതിൽ ഇത്ര നമ്പർ ഓഫ് കുട്ടികൾക്ക് ഇത്ര എമൗണ്ട് വെച്ച് കൊടുക്കുന്നൊക്കെ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ എക്സാം ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്കോർ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവുക. ഇത് 2 എക്സാം ബേസ്ഡ് സ്കോളർഷിപ്പാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒന്നാമത്തേത് ഗോൾഗേറ്റ് സ്കോളർഷിപ്പ് ആണ് നമുക്ക് കിട്ടുന്നത്. 50,000 രൂപ വെച്ചിട്ടാണ് ഗോൾഗേറ്റ് സ്കോളർഷിപ്പിൽ നമുക്ക് കിട്ടുന്നത്. കീപ് ഇന്ത്യ സ്മൈലിംഗ് ഫൗണ്ടേഷൻ ആൻഡ് സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ കീഴിലാണ് ഗോൾഗേറ്റ് സ്കോളർഷിപ്പ് വരുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ബാക്കി കാര്യങ്ങളും എക്സാം ഡേറ്റ്സ് എന്നാ വരിക എന്നുള്ളതൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആയി. രണ്ടാമത്തെ സ്കോളർഷിപ്പ് പറയുന്നത് ഷൈനിങ് സ്റ്റാർ സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണ്. ഷൈനിങ് സ്റ്റാർ സ്കോളർഷിപ്പ് പ്രോഗ്രാം 4 വർഷത്തേക്ക് നമുക്ക് 4,20,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടുക 4 വർഷത്തേക്ക്. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പം ആനുവൽ ഇൻകം 8 ലക്ഷത്തിന് താഴെയുള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ പഠിക്കണം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് എക്സാം ഓറിയൻറ്റഡ് അല്ലാത്ത നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പാണ്. അതിൽ മെയിനായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പാണ് ഗ്രാൻസ്. ഗ്രാൻസ് ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. എൻ്റെ ഒരു ബാച്ചിലൊക്കെ സംഭവം ഫണ്ട് വരാൻ ഒരു കോവിഡ് ആ ഒരു ടൈമിൽ കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ടെങ്കിലും ആ ഡിലേ വന്ന കംപ്ലീറ്റ് എമൗണ്ടും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഹൗസ് സർജൻസി കയറിയപ്പോൾ തന്നെ ഏത് വർഷത്തെയാണോ കിട്ടാത്തത് ആ കിട്ടാത്ത എമൗണ്ട് ഫീസ് അടച്ച റെസിപ്റ്റ് പിള്ളേർ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഗ്രാൻസിന് നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഇയറിൽ തന്നെ ഗ്രാൻസിനുള്ള നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജോ ഗ്രാൻസ് സത്യം പറഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മാത്രമല്ല എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആൾക്കാർക്കും
കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇത് ഫസ്റ്റ് ഇയറിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. എയ്ഡഡ് കോളേജ് അങ്ങനെ ഒരു കാറ്റഗറി നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ വരുന്നില്ല, പക്ഷേ എഞ്ചിനീയറിംഗ് ആൾക്കാർക്കൊക്കെ ആയിരിക്കും അങ്ങനത്തത്. ഇത് ജനറൽ കാറ്റഗറി, OBC, OEC, SC, ST എല്ലാവർക്കും കിട്ടും. ജനറൽ കാറ്റഗറിയും OBCയിലുള്ളവർക്ക് 1 lakhൽ കൂടുതൽ ആനുവൽ ഇൻകം വരാൻ പാടില്ല. SC, ST, OEC ആൾക്കാർക്കൊന്നും ഇൻകം ഇൻക്ലൂഡഡ് അല്ല. ഇത് വരുന്നത് നമുക്ക് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും ഈ ഗ്രാൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് കുറച്ച് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് NSP, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ കീഴിൽ ഒത്തിരി സ്കോളർഷിപ്പ് വരും. എനിക്ക് ആ ഒരു സ്കോളർഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാൻസിന്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നമ്മളെ ട്യൂഷൻ ഫീ എത്രയാണോ വരുന്നത് ആ ഒരു ഫുൾ എമൗണ്ട് ഈ ഗ്രാൻസിൽ കവറായിട്ട് പോവും. റാദർ ദാൻ ആ കാശ് നമ്മുടെ കയ്യിലോട്ട് വരിക എന്നുള്ളതിലുപരി അത് ഡയറക്റ്റ് ആയിട്ട് ട്രഷറിയിൽ നിന്ന് നമ്മുടെ കോളേജിലോട്ട്, അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫീസ് അടക്കേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങ് അടഞ്ഞങ്ങ് പൊക്കോളും. അങ്ങനെയാണ് ഈ ഗ്രാൻസിൻ്റെ മെത്തേഡ്. പക്ഷേ നാഷണൽ ലെവൽ സ്കോളർഷിപ്പ് ആകുമ്പോൾ എനിക്ക് MCM ആണ് ഉണ്ടായിരുന്നത്. MCM എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ഗ്രൂപ്പ്സിൽ പെട്ടിട്ടുള്ള കുട്ടികൾക്കാണ് ഉണ്ടാവുക. അത് ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലെങ്കിൽ സിഖ്, ജെയിൻ, പിന്നെ മുസ്ലിംസ്, അവർക്കൊക്കെയാണ് MCM ഉണ്ടാവുക. MCMന് നമുക്ക് ഇൻകം ലിമിറ്റ് ആയിട്ട് വരുന്നത് ഒരു വർഷത്തിൽ 3.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടാവാൻ പാടില്ല. ഈ MCMൽ ഒരു 23,000 രൂപ, അതായത് എൻ്റെ കോഴ്സ് ഫീ, ട്യൂഷൻ ഫീ അതിൽ കിട്ടിയിരുന്നു. പിന്നെ അത് കൂടാതെ ഒരു 5,000 രൂപയും കൂടെ കൂട്ടിയിട്ട് അത്രയും രൂപയാണ് കിട്ടിയിരുന്നത്. ആ 5,000 രൂപ ഹോസ്റ്റൽ അലവൻസ് ആയിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ ഫീ അടയ്ക്കുന്ന റെസീപ്റ്റും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വെക്കണം. അതൊരു വർഷത്തിൽ ഇത്രയും പൈസ കിട്ടുള്ളൂ. ഇത് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് പറ്റിയിട്ടുള്ള ഒരു നല്ല സ്കോളർഷിപ്പാണ്. അത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്നാണ് അതിൻ്റെ പേര്. 50% സ്കോറോട് കൂടി ഹയർ സെക്കൻഡറി പാസ്സായിട്ട് അതുപോലെ റെഗുലറായിട്ട് കോഴ്സ് ചെയ്യുന്ന മാക്സിമം അതിൻ്റെ ഇൻകം ലിമിറ്റ് വരുന്നത് 8 lakh ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് സെൻട്രൽ സെക്ടർ. ഇനി അടുത്തത് പറയുന്നത് ഇതുപോലെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അടുത്തൊരു സ്കോളർഷിപ്പാണ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 ഇതായിട്ടാണ്. ഒന്നെങ്കിൽ നമുക്ക് ട്യൂഷൻ ഫീ ആയിട്ട് വരും, അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീ ആയിട്ട് വരും. ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ ഫീ ആയിട്ടാണ് കിട്ടുക. ഹോസ്റ്റൽ ഫീ ആയിട്ട് 13,000 രൂപയാണ് കിട്ടുക. പിന്നെ ഇത് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ഗേൾസിന് മാത്രം കിട്ടുന്നതാണ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. അത് ഹോസ്റ്റൽ ഫീ ആയിട്ട് അറൗണ്ട് 13,000 രൂപ കിട്ടും. കോഴ്സ് ഫീ ആയിട്ട് 5,000 രൂപ എന്തോ. അപ്പോൾ നോർമലി എല്ലാവരും ഈ ഹോസ്റ്റൽ അലവൻസിനായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. രണ്ടും കൂടെ ഒന്നിച്ച് ഒരാൾക്ക് കിട്ടത്തില്ല. ഇതിൽ ഭയങ്കര എനിക്ക് കിടിലമായിട്ട് തോന്നിയിട്ടുള്ളൊരു സ്കോളർഷിപ്പാണ് SIBയുടെ സ്കോളർഷിപ്പ്. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് 3 കുട്ടികളെ സ്പോൺസർ ചെയ്തിട്ട് പഠിപ്പിക്കും. നിങ്ങൾ തീരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ ലൈക്ക് പാരൻസ് ആർക്കെങ്കിലും വർക്കിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, അസുഖബാധിതരായിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമ്മുടെ ഫുൾ എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ട്യൂഷൻ ഫീയും ഹോസ്റ്റൽ ചിലവും അടക്കം പെർ മന്ത് ഉള്ള ഹോസ്റ്റൽ ചിലവും അടക്കം ഒരു കിട്ടുന്ന സ്കോളർഷിപ്പ് ഉണ്ട് SIBയുടെ. പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് വന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഈ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് 3 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുക. ആ സ്കോളർഷിപ്പ് ഫസ്റ്റ് ഇയറിലാണ് അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഓരോ വർഷവും പേപ്പർ ബാക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓരോ വർഷം എക്സാം കഴിയുമ്പോഴും നമ്മുടെ ഈ സ്കോളർഷിപ്പിൻ്റെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രീവിയസ് ഇയേഴ്സിലെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളെല്ലാം അവർക്ക് അയച്ചു കൊടുക്കണം. ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഭയങ്കര ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഈ ഒരു കോഴ്സ് എടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. ഈ പഠിക്കാനുള്ള കാശിന് പുറമെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. ഇങ്ങനെ ലോൺ എടുത്തും ബാക്കി കാര്യങ്ങളും ലൈക്ക് നമ്മൾ അത്രയും പ്രഷറൈസ്ഡ് ആയി പോവും. അല്ലാണ്ട് തന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഠിക്കാൻ ഉപയോഗിച്ച എൻ്റെ ചിലവ് സ്കോളർഷിപ്പ് അല്ലാതെ നമുക്ക് ചിലവെല്ലാം നമുക്ക് നമ്മുടെ ഹൗസ് സർജൻസി പീരീഡ് കിട്ടുന്ന സ്റ്റൈഫൻഡ് കൊണ്ട് തന്നെ അത് അടഞ്ഞു തീരുന്നതാണ്. പിന്നെ ബാക്കി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്കുള്ള ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഭയങ്കര ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന് എടുത്തു കഴിഞ്ഞ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു എമൗണ്ട് ഇല്ലാതെ എന്താ പറയുക, ഇപ്പോൾ പ്രൈവറ്റ് ക്ലിനിക്കിലൊക്കെ നമ്മൾ ജനറൽ ഡെന്റിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് സാലറി ആയിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും ബെറ്റർ ഈ കോഴ്സ് എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ഡിലേ ആയത്. എല്ലാവരോടും വൺസ് അഗൈൻ സോറി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം, എനിക്ക് ഒരുപാട് മെയിൽസും ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് വന്നു, ഈ ഒരു വീഡിയോ ചെയ്യും, ഈ ഒരു വീഡിയോ വേഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി. പിന്നെ വേറൊരു കാര്യം, മാനേജ്മെൻറ്റ് കോട്ടയിലൊക്കെ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവരായിരിക്കും ആ മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള സീറ്റിലൊക്കെ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഉള്ള സ്കോളർഷിപ്പ് ഒന്നും എൻ്റെ അറിവിലില്ല. ഇനി ആരെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സ്കോളർഷിപ്പ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഓരോ സ്കോളർഷിപ്പിനും അതിൻ്റേതായ സ്പെസിഫിക് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഏതൊക്കെ സ്കോളർഷിപ്പുകൾ നമുക്ക് കിട്ടും എന്നുള്ളതിൻ്റെ ജസ്റ്റ് പേരും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ലൈക്ക് നിങ്ങളിപ്പോൾ ഏത് കാറ്റഗറിയിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഏത് സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ട് സമയത്ത് ടൈമാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞ് നമ്മുടെ അശ്രദ്ധ കാരണം അത് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ള സജഷനും കൂടെ കമൻറ്റ് ബോക്സിൽ ഇടുക എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്.